ഏകദേശം 10-20 വയസ്സുള്ള ഒരു മകനെക്കുറിച്ച് അവരുടെ മാതാപിതാക്കൾ വന്ന് പറഞ്ഞത്, ഉസ്താദെ ഞങ്ങളുടെ മോൻ വീട്ടിൽ നിന്ന് സ്ഥിരം മോഷ്ടിക്കുന്ന ഒരു പതിവുണ്ട്. ഞങ്ങളുടെയൊക്കെ പോക്കറ്റിൽ നിന്നും ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചവയിൽ നിന്നൊക്കെ പലപ്പോഴും 1000, 2000, 5000 ഒക്കെ ആയിട്ട് എടുക്കാറുണ്ട്. പക്ഷേ ഞങ്ങൾ വേദനിപ്പിക്കുന്നത് അതല്ല, ഞങ്ങളുടെ മകനല്ലേ, അതെടുത്തോട്ടെ എന്ന് വെക്കാമെങ്കിലും അയൽവാസികളിൽ നിന്നും കുടുംബക്കാരിൽ നിന്നും എൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ നിന്നും കൂട്ടുകാരുടെ വീട്ടുകാരിൽ നിന്നൊക്കെ ഇങ്ങനെ മോഷ്ടിക്കുന്നത് കാണുമ്പോൾ, അത് പിടിക്കപ്പെടുമ്പോൾ, അവനത് സമ്മതിക്കാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ, ഇതൊന്നും തെളിവ് സഹിതം മനസ്സിലാക്കാനും കഴിയുന്നില്ല. എന്നാൽ അവനാണ് മോഷ്ടിച്ചത് എന്നെല്ലാവർക്കും അറിയുകയും ചെയ്യും. അവനാണെങ്കിൽ അത് സമ്മതിക്കുന്നുമില്ല. ഞങ്ങൾ വീട്ടിൽ നിന്ന് മോഷ്ടിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കൃത്യമായിട്ടറിയാം അവനാണ് മോഷ്ടിക്കുന്നതെന്ന്. അവനോട് ചോദിച്ചാലല്ല എന്ന് പറയും. അതിൻ്റെ പേരിൽ ഇപ്പോൾ കുടുംബങ്ങളുമായിട്ട് പിണങ്ങി നിൽക്കുകയാണ്. അങ്ങോട്ടേക്ക് പോകാനും സാധിക്കുന്നില്ല. ഈ രൂപത്തിൽ മോൻ്റെ ഈ മോഷണ സ്വഭാവവുമായി ബന്ധപ്പെട്ട് സത്യസന്ധത പുലർത്താതെ എപ്പോഴും കളവ് മാത്രം പറഞ്ഞ് തെറിയൊക്കെ പറഞ്ഞ് നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് ഒന്ന് മാറ്റം കിട്ടാൻ എന്താണ് ചോദിക്കേണ്ടതെന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു വന്നിരുന്നത്. യഥാർത്ഥത്തിൽ ചെറുപ്പം നാളിലെ, ഇപ്പോൾ ഒരു 20 വയസ്സോളം അടുത്തു, ചെറുപ്പം നാളിലെ ചിട്ടയായ ഒരു തർബിയത്ത്, ഒരു വളർത്തുന്നത് അതിൽ ആ മകൻ്റെ വിഷയത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ, ഞാൻ ആ മാതാപിതാക്കളെ കുറ്റം പറയുകയല്ല, ആ മാതാപിതാക്കൾക്ക് നോക്കാനുള്ള സാഹചര്യങ്ങളും ചെറുപ്പം നാളിലെ അതിനുള്ള അവസരങ്ങളൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ ചെറുപ്പം നാളിലെ നോക്കിയിരുന്നെങ്കിൽ കൃത്യമായി നമുക്കത് മാറ്റിയെടുക്കാൻ സാധിക്കുമായിരുന്നു. ഒരു ചെറിയ വിഷയത്തിൽ ട്രാക്ക് തെറ്റുന്നു എന്ന് കാണുമ്പോൾ അപ്പോൾ തന്നെ ഉണർത്തി നല്ല തർബിയത്ത് കൊടുത്തിരുന്നെങ്കിൽ തീർച്ചയായും അവരെ മാറ്റാൻ സാധിക്കുമായിരുന്നു. ഇനി ആ സ്വഭാവം മാറ്റിക്കിട്ടാൻ ഒരുപാട് പരിശ്രമിക്കേണ്ടതുണ്ട്, നല്ല രൂപത്തിൽ ഇടപെടേണ്ടതുണ്ട്. ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ മക്കൾ സത്യസന്ധരായ മക്കളാകാൻ വേണ്ടിയിട്ടും ഇത്തരം ഇഷ്ടപ്പെടാത്ത വിഷയങ്ങളിൽ നിന്നൊക്കെ മാറ്റം കിട്ടാൻ വേണ്ടിയിട്ടും നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ് ഇന്ന് സൂചിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഈ പറയുന്നൊരു ഇസ്മുണ്ട്, അത് അത്താഴ സമയങ്ങളിലും അർദ്ധരാത്രിയിലുമൊക്കെയുള്ള സമയങ്ങളിൽ വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും മക്കളിലെ ആ ദുസ്വഭാവം മാറ്റിയെടുക്കാൻ സാധിക്കും. ഈ സമയത്ത് ചൊല്ലുന്ന ദിക്റുകൾ മനുഷ്യ മനസ്സിനെ നന്മയുടെ വഴിയിലേക്ക് നടത്താൻ ഏറെ സ്വാധീനിക്കും എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയും വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇത് ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നത്. നമ്മളിതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കിയാൽ നിങ്ങൾക്കതൊക്കെ കാണാനും സാധിക്കുന്നതാണ്. നമ്മുടെ മക്കളുടെ അതിൽ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് യഥാർത്ഥത്തിൽ ആ മക്കളുമായി ബന്ധപ്പെട്ട് നമ്മളവരുടെ ജീവിതശൈലി വളരെ കൃത്യമായി തുടക്കം മുതലേ കൊണ്ടുപോകുക എന്നുള്ളത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത്, ക്യാമറ ഒന്ന് ഓഫായതാണ്, പഠിക്കുന്ന സമയത്ത് നമ്മുടെ മക്കൾ ചെറിയ രൂപത്തിലുള്ള മോഷണങ്ങൾ, ചെറിയ രൂപത്തിലുള്ള കളവുകളൊക്കെ പറയുമ്പോൾ ആ സമയത്ത് തന്നെ അതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം നൽകുക എന്നുള്ളതാണ്. പെട്ടെന്ന് എന്തെങ്കിലും കളവ് പറയുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ നമ്മുടെ കുട്ടിയുടെ കൂടെ പഠിക്കുന്ന, നമ്മുടെ മോൻ്റെ കൂടെ പഠിക്കുന്ന ക്ലാസ്മേറ്റിൻ്റെയൊക്കെ ഇറേസർ, അതേപോലെ തന്നെ പെന്നുകൾ, നോട്ട്ബുക്കുകൾ, ചെറിയ ചെറിയ വസ്തുക്കളൊക്കെ എടുത്തു കൊണ്ടുവരുമ്പോൾ നമ്മൾ ആ സമയത്ത് തന്നെ അതിനെ
ഉണർത്തി കൊടുക്കുക, അതെടുക്കാൻ പാടില്ല, അങ്ങനെ എടുത്തു കൊണ്ടുവരാൻ പാടില്ല, അവൻ തന്നതാണെങ്കിൽ നിനക്കെടുക്കുക, അല്ലെങ്കിൽ എടുക്കാൻ പാടില്ല എന്ന് കറക്റ്റ് നല്ല തർബീയത്തുണ്ടായ മക്കൾ നന്നാവും എന്നുള്ളത് ഉറപ്പാണ്. പലപ്പോഴും മക്കളുടെ ഈ ദുസ്വഭാവങ്ങളും ഇത്തരം വിഷയങ്ങളൊക്കെ തുടങ്ങുന്നതും അത് സംഭവിക്കുന്നതൊക്കെ ഇവരുടെ ചെറിയ നാളിൽ ഇവർക്ക് നല്ല തർബീയത്തും നല്ല അച്ചടക്കവും കിട്ടിയില്ല എന്നുള്ളത് കൊണ്ടാണ്. അതിന് കൂടുതൽ സമയമൊന്നും ചിലവഴിക്കേണ്ട. പിന്നെ നമ്മുടെ മക്കളോട് നല്ലൊരു കണക്ഷൻ ഉണ്ടായിരിക്കണം. അപ്പോഴാണ് ഇതൊക്കെ തിരിയുള്ളൂ. കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകുന്നതാണ്. അപ്പോൾ രാവിലെ ഒരു മദ്രസൊക്കെ പഠിക്കുന്ന കുട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 6 മണി മുതൽ വൈകുന്നേരം ഒരു 5 മണി വരെ അവർ സ്കൂളിലാണ്, അല്ലേ? നിങ്ങൾ കൃത്യമായിട്ട് ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. അവർ സ്കൂളിലാണ്, മദ്രസയിലാണ്, അവർ കലാലയങ്ങളിലാണ്. പിന്നീട് അവർ വരുന്നത് ഒരു മഗ്‌രിബ് ആവാൻ നേരത്താണ് അവർ ആക്റ്റീവ് ആവുന്നത്. കുറച്ച് സമയം പഠിച്ചു എന്ന് തോന്നിക്കുകയോ പറയുകയോ ഒക്കെ ചെയ്ത് ഒരു ഉറങ്ങാനുള്ള സമയമായി. പിന്നെ രാവിലെ മുതൽ വീണ്ടും ഇതുപോലെയല്ലേ. അപ്പോൾ നമ്മുടെ അടുക്കൽ മക്കൾ ഉണ്ടാകുന്നത് 1-2 മണിക്കൂർ മാത്രമാണെന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാവില്ല. അപ്പോൾ നമുക്കവരിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നില്ല. നമുക്കവരിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കണം. അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മോട് ഷെയർ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ക്വാളിറ്റി ടൈംസ് അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങൾ അവർ തുറന്നു പറയുകയും നമുക്കവരുടെ ഇത്തരം അരുതായ്മകളെ തൊട്ട് അവരെ കറക്റ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുള്ളൂ. അതുകൊണ്ട് ആ കാര്യം വളരെയധികം ശ്രദ്ധിക്കണം. സ്കൂളിലേക്ക് പോകുന്നതിൻ്റെ, മദ്രസയിലേക്ക് പോകുന്നതിൻ്റെ ഒരു അരമണിക്കൂർ 10-20 മിനിറ്റ് മുമ്പെങ്കിലും നമ്മുടെ മക്കളിൽ നന്നായിട്ടുള്ള സമയം നമ്മൾ ചിലവഴിക്കണം. അവർക്കതിന് ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കുകയും വേണം. അതേപോലെ തന്നെ അവർക്കെന്തും തുറന്നു പറയാനുള്ളൊരു ധൈര്യം നമ്മൾ കൊടുക്കുകയും വേണം. നമ്മളെന്തെങ്കിലും എപ്പോഴെങ്കിലും പറഞ്ഞു, മക്കൾ നമ്മളോട് പരാതി പറഞ്ഞപ്പോൾ ആ പരാതിയെ തളർത്തുകയും ഇനി പറയാൻ പറ്റാത്ത രൂപത്തിലേക്ക് അവനെ മാനസികമായി തളർത്തുകയും ചെയ്താൽ പിന്നെ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യൂല. നല്ലോണം ശ്രദ്ധിക്കണം. നമ്മൾ നല്ലതുപോലെ വളർത്തിയിട്ടില്ലെങ്കിൽ മക്കളൊക്കെ നമുക്ക് ശത്രുക്കളായി മാറും. അവർ കാരണമായിട്ട് നമ്മൾ കണ്ണുനീർ കുടിക്കേണ്ടി വരും. നല്ലോണം ശ്രദ്ധിക്കണം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഇസ്മ എന്ന് പറഞ്ഞത് അസ്വമദ് എന്ന് പറയുന്ന ഇസ്മ. യാ സ്വമദ് യാ അല്ലാ. ഇത് ഒരാൾ അത്താഴ സമയത്ത് 125 തവണ ആത്മാർത്ഥമായിട്ട് യാ സ്വമദ് യാ അല്ലാ എന്ന് ചൊല്ലിയാൽ ആർക്ക് വേണ്ടിയാണോ ചൊല്ലുന്നത് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സത്യസന്ധതയുണ്ടാകാൻ അതൊരു കാരണമാകുന്നുള്ളതാണ്. ഏതൊരാളുടെയും മൂല്യം കണക്കാക്കപ്പെടുന്നത് അയാളുടെ സത്യസന്ധതയിലാണ്. നമുക്കൊക്കെ അറിയാം. എപ്പോഴും കളവ് പറയുന്നു, എപ്പോഴും കാപ്പട്യ മനോഭാവം ഉണ്ടാകുന്നു, അത്തരം ആളുകളെ ആർക്കും ഇഷ്ടമുണ്ടാവില്ല. ആരും അത്തരം ആളുകളെ അടുപ്പിക്കില്ല. നേരത്തെ ഞാനൊരു ഫാമിലിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞില്ലേ, അത് കാരണമായിട്ട് ആ കുടുംബത്തിന് ഇപ്പോൾ അവരുടെ ഫാമിലിയിലേക്ക് പോകാനോ അവിടേക്ക് അവരുമായിട്ട് സംസാരിക്കാനോ പോലും താല്പര്യമില്ല പോലും. കാരണം അത്രയും രൂക്ഷമായിരിക്കുന്നു. മോഷണ സ്വഭാവം ഉണ്ടായിരിക്കുക എന്നുള്ളത് ഒരു മോശപ്പെട്ട സ്വഭാവം തന്നെയാണ്. അപ്പോൾ കാപട്യവും വഞ്ചനയും മാത്രം കാണിക്കുന്ന ഈ ലോകത്ത് ഏതൊരു മേഖലയിലും സത്യസന്ധത പുലർത്തുക എന്നുള്ളത് വളരെ ശ്രമകരമായൊരു ദൗത്യമാണ്. ദിക്റുകളിൽ മുഴുകുന്ന മനസ്സിൽ എപ്പോഴും സത്യസന്ധത ഉണ്ടാവാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ദിക്റുകളിലെ ഹൃദയത്തെ വിപുലീകരിക്കപ്പെടുകയും പരദൂഷണം, കളവ്, ഏഷ്യനി തുടങ്ങിയ നികൃഷ്ട സംസാരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്യുമ്പോൾ സത്യസന്ധമായ മനസ്സാണ് ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ വാരം തോറും നടത്തി വരാറുള്ള, മാസം തോറും നടത്തി വരാറുള്ള ആത്മീയ മജ്‌ലിസുകളൊക്കെ 1 മണിക്കൂർ, അരമണിക്കൂർ, 3/4 മണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ. അതിലൊക്കെ നമ്മുടെ മക്കളൊന്ന് പങ്കെടുപ്പിക്കുക, അതിന് പ്രചോദനം നൽകുക. ഇതൊക്കെ യഥാർത്ഥത്തിൽ നമ്മുടെ മക്കളുടെ സ്വഭാവ ശുദ്ധീകരണത്തിന് കാരണമാകും. അപ്പോൾ അവരുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുന്നതിലൂടെ അപ്പോൾ അവരിത്തരം അരാജകത്വത്തിലേക്കോ അരുതായ്മകളിലേക്കോ പ്രവേശിക്കുകയില്ല. അപ്പോൾ ആ രൂപത്തിൽ നമ്മുടെ മക്കളെ വളർത്തുകയും നല്ല രൂപത്തിൽ ഇടപെടുത്തപ്പെടുകയും ചെയ്താൽ നല്ല സ്വലാഹിൻ്റെയും ഖൈറിൻ്റെയും അഹ്ലുകാരിൽ നമ്മുടെ മക്കൾ ഉൾപ്പെടും. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മക്കളൊക്കെ ദീനിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന, നിസ്കാരം നിലനിർത്താതെ ജീവിക്കുന്ന വളരെ ഒരു മോശപ്പെട്ട ഒരു സമയത്തും കൂടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മക്കളെ നാം തന്നെ കൃത്യമായി തർബിയത്ത് ചെയ്ത് വളർത്തുമ്പോഴാണ് അവർ നമുക്ക് ഉപകരിക്കുന്ന മക്കളാവുക. നമ്മളൊക്കെ ലക്ഷ്യമിടുന്നത് മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഖബറും പുറത്തു നിന്ന് ദുആ ചെയ്യുന്ന നമ്മുടെ മക്കൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അവരിൽ നിന്ന്. അതൊക്കെ ലഭിക്കേണ്ട നമുക്ക്.
മാതാപിതാക്കളെയും നാട്ടുകാരെയും വീട്ടുകാരെയൊക്കെ പറയിപ്പിക്കുന്ന രൂപത്തിൽ ഏതെങ്കിലും കേസുകളിലോ ലഹരി കേസുകളിലോ ഏതെങ്കിലും ചീറ്റിംഗ് കേസുകളിലൊക്കെ പെട്ടിട്ട് പിടിക്കപ്പെട്ട് കയ്യാമം വെച്ച് കൊണ്ടുപോകുന്നത് കാണാൻ നമ്മളൊക്കെ ഇഷ്ടപ്പെടും. ആ രൂപത്തിലേക്ക് അള്ളാഹു ആരെയും ആക്കാതിരിക്കട്ടെ. ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.